അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനുള്ള ശക്തി നഫ്സി ഫിൽ ഖവിയ്യ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ റസൂലെ രോഗം വന്ന് സൂക്കേട് പിടിച്ചിട്ട് പള്ളിന്റെ തൂണിന് ചാരിയിരിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുമ്പോൾ ഒരു 40 ആളൊക്കെ നടന്നു വരുന്ന പോലെ തോന്നും. നമ്മൾ പറയില്ലേ ഓനൊരു 10 ആക്കലും മതിയെന്ന്. ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട്. ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട് ഓനൊരു 10 ആക്കൽ ഓനൊരുത്തം മതിയെന്ന്. അജ്ജാതി കരുത്ത് സംഭവം വേണം. ചെറുപ്പക്കാരൊക്കെ അതിനുള്ള പണിയെടുത്തോളി. ഈ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മുടിയെല്ലാം എന്തെല്ലോ ആക്കി നടക്കുന്നതിനോ തടിയൊന്ന് ഉഷാറാക്കി നടന്നോളി. അല്ലേ എന്തേ നല്ല ഉഷാറ് വേണം. കണ്ടാ പേടിക്കണ്ടോ പേടിക്കണം എന്റെ അഭിപ്രായം. പേടിക്കണ്ടോ കണ്ടാത്തന്റെ പേടിക്കണം. മുമ്പ് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉസ്താദ് പിടിച്ചിട്ട് ഗോതയൊക്കെ ഉണ്ടാക്കി. ഒരിക്കൽ പറടാ ധൈര്യം ഇല്ലെങ്കിലും അടിക്കാൻ വരുന്ന നിങ്ങളെ കണ്ടാ പേടിക്കണം. അതന്നെ ഒരു വലിയ അടിയാണ് എന്നാണ്. ഇത് ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക? ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക? ചെറുപ്പക്കാരോടാണ് കേട്ടോ. കാരണം ധീരന്മാരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉശിരന്മാരുടെ ചരിത്ര ഭാഷ. അവരെ ഉശിരിന്റെ രഹസ്യം മസിലൊന്നല്ല, ഈമാനാണ്. അത് ആദ്യം പഠിച്ചോളി നിങ്ങള്. ഇത് പൂച്ചറ കണ്ടാ പേടിക്കുന്ന ഈ ധൈര്യമാണ് പല ചെറുപ്പക്കാർക്കും. മസിലെല്ലാം ഭയങ്കര സംഭവമായിരിക്കും. പോട്ടെ. അതല്ലേ എന്തെങ്കിലുമൊക്കെ നിയമൊക്കെ വന്നു പറയുമ്പോൾ നമുക്ക് ബേജാറ് വരുന്നത്. ആർത്തിരമ്പുന്ന കടൽ തിരമാലകൾക്ക് മുമ്പിൽ പേടിക്കാത്തവരാണ് നമ്മുടെ പൂർവികർ. അറിയോ നിങ്ങൾക്ക്? പേടി പറയരുത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ആരും. ഈ ഉമ്മത്തിനാരും പേടിപ്പിക്കരുത്. ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന സയ്യിദ് മദനി എന്ന് പറയുന്ന ആ വലിയ എങ്ങനെ അവിടെ വന്നേക്കണേ? എങ്ങനെയാ വന്നിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു പാരമ്പര്യം അതാണ്. ഉശിരിന്റെ, ഉണർവിന്റെ, തടുക്കേണ്ടവനെ തടുക്കുന്നതിന്റെ, നിലക്ക് നിർത്തേണ്ടവനെ നിലക്ക് നിർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. പക്ഷെ അതിന്റെ ഒരു എസൻസ് ഈമാനാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയണ്ട. ഇല്ലെങ്കിൽ പിന്നെ മുണ്ടാട്ട് എന്നിട്ട് ഉള്ള കടലാസിലൊക്കെ ഒപ്പിടുന്ന തന്നെയാണ് നല്ലത്. വെറുതെ ചൊറക്ക് വെക്കണ്ട. ഉള്ള കടലാസിൽ ഒപ്പിട്ട് തീർന്ന് വെള്ളക്കൊടി കാണിച്ചാൽ പിന്നെ യുദ്ധമില്ലല്ലോ. കഴിയുന്ന പണിയെടുത്താൽ മതിയെന്ന്. അപ്പോ സിഹത്ത്, കുവ്വത്ത്, നശാത്ത് ഇബാദത്തിന് ഇത് അനിവാര്യമാണ്. ഫത്ഹുൽ മുഈൻ എന്ന ലോക പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ നിസ്കാരത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ എഴുതി വെച്ച ഒരു മത്തനെന്താ? ബി നശാത്തിൻ, ഉണർവോടെ, ഉന്മേഷത്തോടെ. ഇപ്പൊ എത്രാക്കാണ് കാലിന് വെജ്ജ എന്നെ എങ്ങനെയപ്പ നിസ്കരിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് എടങ്ങേറായിട്ടാണ് നിസ്കരിക്കാൻ പോണത്. എങ്ങനെയെങ്കിലും ഒന്ന് സലാം വീട്ടി കിട്ടിയാൽ മതി എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ദയവേത് ഉസ്താദുമാരും നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതിയാക്കരുതേ. ഇത് കാലം വളരെ രോഗികളെ പ്രയാസം. നിങ്ങൾ ഓതരുത്, ആരും ഓതരുത് ഉസ്താദെ. ഏതെങ്കിലും ഓതുന്ന ഇമാം ഉണ്ടെങ്കിൽ അത് നിർത്തണം. ചില കമ്മിറ്റിക്കാർക്ക് ഒരു പൂതിയുണ്ട്, ഇത് നല്ലോണം ഓതുന്ന മൊയിലാറ ഇമാമാക്കി നിർത്താൻ. രണ്ടിനെയും പുറത്താക്കണം. മഹലിന്ന് രണ്ടിനെയും പുറത്താക്കണം. പറ്റൂല. മുട്ടുവേദനക്കാര്, നിൽക്കാൻ പറ്റാത്തവര്, വേദനിക്കുന്നവര്, എന്നിട്ട് മൊയിലാർ അങ്ങോട്ട് മെഹ്റാബിൽ എന്നിട്ട് ഓതാണ്. ഇയാളിങ്ങനെ ഓത്ത് പഠിച്ചിട്ടേ മൂപ്പർക്ക് ഇങ്ങനെ ഓതലുണ്ട്. നല്ല മൈക്കും എക്കോ. ആ എക്കോ മൈക്കാതെ ഒഴിവാക്കണം പള്ളിയിൽ. ചെറിയ സൂറത്ത് തപ്പിപ്പിടിച്ച് ഖുർആൻ ഓതുക. ഈ കാലം സൂക്കേട്, മുട്ടുവേദന, കാലുവേദന, കാലിന് നീര്, പെട്ടെന്ന് മൂത്രയിക്കാൻ പോകേണ്ടവര്, എന്നിട്ടാ ഓത്ത് വലുത്. അവൻ ടൗൺ പള്ളിന്ന് ടൗണാണ്. ഫിഖ് മാനിക്കാതെ ഇസ്ലാം ഉണ്ടോ? അതുകൊണ്ട് ദയവിതെല്ലാം ഉസ്താദന്മാരോട് ഒന്ന് പറയണം ഓത്ത് ചുരുക്കാൻ. നിസ്കാരം തീർത്തു കൊടുക്കുക നിങ്ങൾ. കാരണം ജനങ്ങൾക്ക് കഴിയുന്നില്ല. പിന്നെ അമ്പകയിൽ നിസ്കാരത്തോട് ഒരു വെറുപ്പ് വരണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫിഖ്ഹ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നേണ്ട ഇത് വെറുതെ പറഞ്ഞാണ്. ഞാൻ ഫിഖ്ഹ പറഞ്ഞത്. ആലിമീങ്ങൾ ഇരുത്തിയിട്ടാണ് സംസാരിക്കണത്. അല്ലാന്ന് പറയും മഹല്ലുകളുടെ കത്തിയുമാരല്ലേ ഇരിക്കണത്. അല്ലാന്ന് പറയും ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. മനുഷ്യനെ പരിഗണിക്കുക എന്നതാണ് മതം. മനുഷ്യനെ എളുപ്പം ചെയ്തു കൊടുക്കലാണ് മതം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അള്ളാഹു നിങ്ങൾക്കൊക്കെ എളുപ്പം ഉദ്ദേശിക്കണേ. എന്നാൽ ചില ആളുകൾ അത് വിട്ടുകൊടുക്കൂല. ചില ആളുകൾ അങ്ങോട്ട് ഇടങ്ങേറാക്കും. സുബീന്റെ ഒക്കെ നിസ്കാരത്തിന് പോയാൽ പെട്ട് അങ്ങോട്ട് ഓത് തന്നെ. മുമ്പ് നിൽക്കാതിരിക്കാൻ മുട്ടുവേദന ഉള്ളത്. 10-15 കൊല്ലം മുമ്പ് നിങ്ങൾ തബാറക്ക് ഓതിക്കോളി, പ്രശ്നമില്ല. അന്ന് മുട്ടുവേദന ഉണ്ടോ?
ഇടങ്ങേറാക്കരുത് മനുഷ്യന്മാരെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും എളുപ്പം ചെയ്തു കൊടുത്ത നായകനാണ്, ദൂതരാണ്. നിങ്ങളായിട്ട് ഇടങ്ങേറാക്കരുത്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ കേട്ടോ. ഒക്കെ നിയമമായിട്ട് തന്നെ വരണം എൻ്റെ അഭിപ്രായം. അപ്പം അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി എന്നതിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാതത്തിലെ പ്രാർത്ഥനയായി, ഉണർവിന്റെ സമയത്തെ പ്രാർത്ഥനയായി പഠിപ്പിച്ചതിൽ നിന്റെ ശരീരത്തിലെ ജീവനെ ശക്തിപ്പെടുത്തുന്ന വലിയ രഹസ്യങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ആരോഗ്യത്തിന് 4 തത്വങ്ങൾ പറഞ്ഞു, 4 എണ്ണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യൻ ആരോഗ്യവാനാകുന്നതിന്റെ 4 തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കേൾക്കാത്തവരുണ്ടോ? ഇല്ല. ഇതിൽ ഒന്ന് പ്രഭാതത്തിലെ ഉണർച്ച. ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ വലിയ രഹസ്യങ്ങൾ അറിയാൻ പരിശ്രമം നടത്തി പഠിച്ച ചില ആളുകൾ കണ്ടെത്തിയത് അവരുടെ പ്രഭാതത്തിലെ ഉണർച്ചയാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത്. പ്രഭാതത്തിലെ ഉണർച്ച, ഫജ്റിന്റെ നേരത്തെ ഉണർച്ച. അപ്പൊ രോഗികൾ നിർബന്ധമായും ഫജ്റിൽ ഉണരണം, എന്നാ സൂക്കേട് കുറയും. കാരണം സൂക്കേട് കുറയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വായുമണ്ഡലത്തിൽ സ്വർഗീയ പരിമളമായി ഒരുക്കിയത് ഫജ്റിലാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ദുആ ചെയ്യുന്നത് എന്ത്? അല്ലാഹുമ്മ നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലിൻ. അല്ലാഹുവേ, ഉറക്കം തൂങ്ങിപ്പോകുന്ന അവസ്ഥയെ തൊട്ട് ഒന്ന് ഉണർത്തി തരണേ. കാരണം ഉണരേണ്ട സമയത്ത് ഉണർന്നിട്ടില്ലെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു പോകും. അതിൽ ഏറ്റവും വലുതാണ് ആരോഗ്യം. മനസ്സിലാവാണ്ടോ? ഞാൻ സ്പീഡായി പോയോ? സ്പീഡായി. അതായത് അല്ല, പറയുന്നത് ഓരോന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പരിശ്രമം നഷ്ടത്തിലായി പോകുകൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നി ഇതെന്തെല്ലാം ആവർത്തിച്ച് പറയുന്നത്. ഹത്താ തഫ്ഹമ അൻഹു അആദഹ തലാസൻ ഹത്താ തഫ്ഹമ അൻഹു. അതാ കലാമ് കേട്ടാ. ഉസ്താദ്മാർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് പറയുന്നത് കൗമിന് തിരിയാൻ തന്നെയാണ്, കൗമിൽ അത് സ്ഥിരപ്പെടാനാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്. നമ്മുടെ വിഷയം പ്രഭാതത്തിൽ ഉണ്ടത്രേ, അൽഹംദുലില്ലാഹിൽ ഉണ്ടത്രേ. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് അതിനിടയിൽ ഒന്ന് പോയതാ. എന്തിനാ പോയത്? 4 വലിയ തത്വങ്ങൾ ആരോഗ്യ വിഷയത്തിൽ അവതരിപ്പിച്ച മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. നമ്മളിൽ പലരുടെയും ധാരണ ഇമാം ഷാഫിഈ റളിയല്ലാഹു ഫിഖ്ഹിന്റെ കുറച്ച് കിതാബെല്ലാം എഴുതിയ ആളാണെന്നാ. ആണ് അല്ലാന്നല്ല. എന്നാൽ വൈദ്യശാസ്ത്രത്തിലെ മഹാതത്വങ്ങൾ അവതരിപ്പിച്ച വലിയ സയന്റിസ്റ്റ് ആയിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ കുറെ ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രഭാതത്തിലെ ഉണർച്ച. ഏത് പ്രഭാതത്തിലെ? സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ്. സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ്. പക്ഷെ പ്രഭാതം, പൂർവപ്രഭാതം, ആദി പ്രഭാതം, പ്രഭാതം, 3 എണ്ണം. പ്രഭാതം എത്രണ്ണായി? അതായത് ഫജ്ർ സ്വാദിക്ക് സുബീന്റെ ബാങ്ക് കൊടുത്ത പാടുള്ള സമയം, പിന്നെ സൂര്യൻ ഉദിച്ചിട്ടുള്ള സമയം. മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ചിലതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ഇശാഇന്റെ വഖത്ത് അവസാനിച്ച് എന്താ സുബീന്റെ സമയം ആയോ? ഇല്ല. ഫജ്റിന്റെ സലാത്തില്ലേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമില്ലേ, അതന്നെ. നമ്മളെല്ലാരും ആ 4 മണിക്ക് എണീക്കുണ്ടല്ലോ, അതന്നെ സമയം. ഈ സമയത്തെ ഉണർവ് ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഹൃദയശക്തി, മസ്തിഷ്ക ശക്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഹൃദയത്തെ ബലപ്പെടുത്തും, മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും ബലപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ സലാമത്തായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്ക് കേൾപ്പിക്കലുടെ ഹൃദയം വഴി മസ്തിഷ്കത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ രഹസ്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ജനിച്ച് ഉമ്മാന്റെ പള്ളയിൽ അള്ളാന്റെ ഒരു പ്രത്യേകമായ തർബിയത്തിൽ, ഒരു പ്രത്യേക സംരക്ഷണത്തിൽ ജീവിച്ച മനുഷ്യൻ വായുവും വെള്ളവും വെളിച്ചവും ഇരുട്ടും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ലോകത്തേക്കാണ് വരുന്നത്. ഇവിടെ ഒറ്റ ടൈപ്പാണ്. എവിടെ? ഉമ്മാന്റെ പള്ളയിൽ ഒറ്റ ടൈപ്പാണ്, ഒരു കാലാവസ്ഥയാണ്. എന്നാൽ നീ ജനിച്ചു വീണ ഭൂമിയിലോ ഇടക്ക് വെളിച്ചം, ഇടക്ക് ഇരുട്ട്, ഇടക്ക് ചൂട്, ഇടക്ക് തണുപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയോട് നിന്റെ ശരീരത്തിന് ഈ അവസ്ഥകളോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നീ ആദ്യം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കലാമ് കേൾക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ്. അള്ളാഹുവിന്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രപഞ്ചമുണ്ടായത്.
അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കഅബാലയം ഉണ്ടായത്. ഫൈദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഭൂമിയിലെല്ലാം ഉണ്ടാവുന്നത് കുൻ എന്നതിന്റെ പിറകെയാണ്. ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് കുൻ എന്നതിന്റെ പിറകെയാണ്. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു. അപ്പൊ കുൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ അടിമയുടെ കൽബിൽ അങ്ങനെ ഒരു ഉദ്ദേശം വരണം. അപ്പൊ പ്രഭാതത്തിലെ ഉണർവ്, പ്രഭാതത്തിലെ ഭക്ഷണം, പ്രഭാതത്തിലെ ജോലി, പ്രഭാതത്തിലെ വായന, 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ആരോഗ്യവാനാക്കുന്നത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. പ്രഭാതത്തിലെ ഉണർച്ച, പ്രഭാതത്തിലെ ഭക്ഷണം, പ്രഭാതത്തിലെ ജോലി. അതായത് ജോലി ചെയ്യാൻ രാവിലെ തന്നെ ഇറങ്ങണം. ജോലി ചെയ്യാൻ രാവിലെ ഇറങ്ങണം, അതൊരു ബർക്കത്താണ്. അപ്പൊ പ്രഭാതത്തിലെ ഉണർച്ച അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നു. പ്രഭാതത്തിലെ ഭക്ഷണം അത് നമ്മൾ ചെയ്യാറില്ല. രാവിലെ തന്നെ എന്താ കഴിക്കണത്? ആരാ കഴിക്കണത്? കാലിച്ചായ എന്താ പേര് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂര്. ഇവിടെ എന്താണ് പറയാൻ അറിയില്ല. വെറുതെ ഒരു ചായ, കേട്ടി ചായ എന്ന് പറഞ്ഞിട്ട്. അല്ല, നിങ്ങളെന്ത് ചായ പറഞ്ഞ നേരത്തെ? കേട്ടി ചായ. സുബ്ബീക്ക് എന്നല്ലേ ഉസ്താദ് പറയാം. രാവിലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, സുബ്ബീക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ എണീക്കുന്നു. കുറച്ചു കാലം എന്തായാലും ഇവിടെ നിൽക്കണം. കാരണം നിങ്ങളുടെ ഭാഷ നല്ല രസമുള്ള ഭാഷയാണ്. എനിക്ക് പറയുന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും പ്രസംഗം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാം വേണേൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. സാരമില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയും. കാരണം ഇപ്പം മംഗലാപുരമായിട്ടൊരു ബന്ധമുണ്ട്. അതിങ്ങനെ വളർന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ പേരിലാണ് ആ ബന്ധം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടല്ലോ, നല്ലൊരു പേരിലൊരു ബന്ധം ഉണ്ടാകുന്ന നല്ല ബന്ധമല്ലേ അല്ലേ? നല്ല വഴിയിലാണ് ബന്ധം. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഈ ദേശത്തെ ഈ നാട്ടുകാരെ, നിങ്ങളെ വീടുകളെ, നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ, നിങ്ങളെ കൃഷിയിടങ്ങളെ, നിങ്ങളെ വഴികളെ, നിങ്ങളെ വാഹനങ്ങളെ അള്ളാഹു കാക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പ്രസംഗം നിർത്തേണ്ട സമയമല്ലേ? അപ്പൊ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അവസാനം പറഞ്ഞ 4 പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കും മതിയായ പോയിന്റാണ്. രാവിലത്തെ ഉണർച്ച, അതിനു വേണ്ടി നമുക്ക് ദുആ ചെയ്തിരുന്ന ആളാണ് ആര്? നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര്. അല്ലാഹുമ്മ നബ്ബിഹ്നാ അന്നൗമത്തിൽ ഗാഫിലീൻ. ആർക്കാ രോഗം? ഗാഫിലിന്. ആർക്കാ രോഗം? ഗാഫിലിന്. വലാ തകും മിനൽ ഗാഫിലീൻ. ആർക്കാ രോഗം? ഗാഫിലായ മനുഷ്യൻ, ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ എന്നതിന്റെ അർത്ഥം. ശ്രദ്ധയില്ലാത്ത മനുഷ്യനാണ് സൂക്കേട് വരിക. വലാ തകും മിനൽ ഗാഫിലീൻ എന്നത് ഖുർആനിലെ ഒരു ആയത്താണ്. നിങ്ങൾ അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ലേ. നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോവരുതേ. വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത്. അതിനു വേണ്ടി പള്ളിയിലെ നമ്മുടെ ഉസ്താദുമാര്, ആദരണീയരായ നമ്മുടെ ഗുരുനാഥന്മാര്, സുബ്ഹിക്ക് തന്നെ നമുക്ക് അതിനൊരു പ്രതിരോധ പ്രാർത്ഥന. അല്ലാഹുമ്മ നബ്ബിഹ്നാ, ഞങ്ങളെ ഉണർത്തണേ. ഉണർവ്. ഇമാം ഷാഫി റളിയല്ലാഹു ഉണർവ്. ഉസ്താദിന്റെ ദുആ, ഉണർത്തണേ. ആമീൻ പറയാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയണമെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ ഉണ്ടാവണം. നബ്ബിഹ്ന, ഞങ്ങളെ ഉണർത്തണേ. ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഉണർത്തണേ. ഹൃദയത്തെ ഉണർത്തണേ. മസ്തിഷ്കത്തെ ഉണർത്തണേ. പാൻക്രിയാസിനെ നീ ഉണർത്തണം. അപ്പോഴേ ഇൻസുലിൻ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. ഇത് പ്രഭാതമാണ്, എനിക്ക് ജോലിയിലേക്ക് പോകണം. എന്റെ ഇൻസുലിൻ ലെവൽ തെറ്റിയാൽ ഞാൻ തളരും. എന്റെ കരളിനെ നീ ഉണർത്തണം. കാരണം കരള് ശരിയായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്റെ ശരീരം വിഷമയമാവാൻ സാധ്യതയുണ്ട്. ഞാൻ തളർന്നു പോകും. എന്റെ മസിലുകളെ നീ ഉണർത്തണം. ഇല്ലെങ്കിൽ എന്റെ ചലനങ്ങൾക്ക് പ്രശ്നമാണ്. എന്റെ ശരീരാവയവങ്ങൾ ചലിപ്പിക്കണ്ടേ? അതിന് നീ എന്റെ മസിലുകളെ ഉണർത്തണം. നബ്ബിഹിന, ഞങ്ങളെ ഉണർത്തണേ. അന്നൗമത്തിൽ ഗാഫിലീൻ. ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണ പോലെ, ഉറങ്ങണത് പോലെയുള്ള അവസ്ഥയിൽ ഞങ്ങളെ നീ ഉണർത്തി തരണേ അല്ലാഹ്. എന്തിനാ ഇത് ദ്വാരക്കണത്? വലാ തകും മിനൽ ഗാഫിലീൻ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗാഫിലിനാണ് രോഗം. അടിസ്ഥാനപരമായി ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം ആർക്കാ രോഗം? ഗാഫിലിന്, അശ്രദ്ധയുള്ളവർക്ക്.
അള്ളാഹു ശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാ നന്നായി പറയണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 2-3 കാര്യങ്ങൾ കൂടി ഞാൻ അതിനോട് ചേർത്തി പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കലായി പോവും. അങ്ങനെ പാടില്ലല്ലോ. കാരണം നിങ്ങൾ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞ് സദസ്സ് തുടങ്ങിയിട്ട് 1.25 മണിക്കൂറായി വലിയ അദബുകേടാണ്. നമുക്ക് ഇനിയും എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടെ മംഗലാപുരം വരുന്ന ആളാണ്. അള്ളാഹു തൗഫീക്ക് നമുക്ക് ഇനിയും ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ രാവിലെ ഉണരാൻ ശ്രമിക്കുന്നതോടൊപ്പം രാവിലെ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കണം. ഉണർന്ന ഉടനെ വായ വൃത്തിയാക്കി തഹജ്ജുദ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ പഴം കഴിച്ച് ജീവിതത്തിലെ ആദ്യത്തെ ഭക്ഷണം തുടങ്ങണം. പഴം കൊണ്ട് എല്ലാ പ്രഭാതങ്ങളും തുടങ്ങണം. പിന്നെ പയറുകൾക്കാണ് ചാൻസ്. രാവിലത്തെ നാസ്തക്ക് പയറ്, ചെറുപയർ, മനസ്സിലായില്ലേ? പയറുകൾ പ്രഭാതങ്ങളിൽ കഴിക്കുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കും. എനിക്കത് വിശദീകരിക്കാൻ സമയം, എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പഴം മാത്രം പറയാം. നിങ്ങൾ എല്ലാ പ്രഭാതത്തിലും പഴം കഴിക്കുന്നവരാവുക. അതത് നാട്ടിൽ കിട്ടുന്ന ഏതാണോ നല്ല പഴം അത് കഴിച്ചാൽ മതി. ഒരു നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന പഴമാണ് ആ നാട്ടിലെ പ്രധാന പഴം. ഒരു നാട്ടിൽ എപ്പോഴും ചക്ക മാത്രമേ കിട്ടൂ, അത് മതി. ചക്കക്ക് വലിയ ഗുണമുണ്ട്, വലിയ ഗുണമുണ്ട്. ചക്കയുടെ പച്ച ചുള, പച്ചയില്ലേ, പച്ച പഴുക്കാത്ത ചക്ക, അത് കഴിക്കുന്നത് പ്രമേഹ രോഗിക്ക് വലിയ ഗുണമുണ്ടാക്കും. വിഷയങ്ങൾ പറയാൻ എനിക്ക് സമയമില്ല, മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു എല്ലാ ഭക്ഷണങ്ങളിലൂടെയും മനുഷ്യര് രോഗത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. രോഗം തടയാൻ മരുന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. രോഗം തടയാൻ ഭക്ഷണവും പ്രാർത്ഥനയുമാണ് വേണ്ടത്, മരുന്നല്ല. രോഗം തടയാൻ, രോഗവിഭാടനത്തിന് മരുന്നിന്റെ ആവശ്യമില്ല, ഭക്ഷണം മതി. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. വഹുവൽ ഖവിയുൽ അസീസ് എന്ന് പറഞ്ഞ എന്തിനാ? മനുഷ്യനെ കവിയാക്കുക തന്നെ. കവി എന്ന് പറഞ്ഞാൽ പ്രതിരോധമുള്ള ആളാക്കുക തന്നെ. എന്ത് പറഞ്ഞിട്ട്? ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈ പറയണത്. അള്ളാഹു ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം എന്തിനാ? രോഗം വരാതെ തടിയെ നോക്കാൻ. വെള്ളം എന്തിനാ? രോഗം വരാതെ തടിയെ കാക്കാൻ. അപ്പം ശരീരത്തിൽ രോഗം വരാൻ മരുന്ന് എന്ന ഒരു ആവശ്യമില്ല. ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമാണ് വേണ്ടത്. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ജൂതനായ ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങളുടെ ഖുർആൻ എല്ലാം ചർച്ച ചെയ്തു എന്നല്ലേ പറയണത്? മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും ചർച്ച ചെയ്ത ഗ്രന്ഥം എന്നാണല്ലോ നിങ്ങളുടെ ഖുർആനെ കുറിച്ച് പറയുന്നത്. അല്ലയോ റംലി, രോഗം വരാതിരിക്കാൻ വല്ല വഴിയും നിങ്ങളുടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുലു വഷ്റബു വലാ തുസ്രിഫു. ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഭക്ഷണം കഴിക്കുക, രോഗം വരാതിരിക്കാൻ ഖുർആന്റെ ഫോർമുല. ഇതിനേക്കാൾ വലിയൊരു ശാസ്ത്രമുണ്ടെന്ന് വിശ്വസിക്കാൻ ജലീൽ ദാരിമിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്തോ ആണെന്ന് എനിക്കറിയില്ല. ഖുർആനേക്കാൾ വലിയൊരു സയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ തൗഹീദ്, എന്റെ ആദർശം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ സയൻസ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തെ കിറാമും എന്നെ പഠിപ്പിച്ച, എന്റെ ഉസ്താദുമാരെ പഠിപ്പിച്ച, എന്റെ മഹാനായ ശൈഖുന PKP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ, എന്റെ മറ്റു മഹാന്മാരായ ഗുരുനാഥന്മാരിലൂടെ എനിക്ക് കിട്ടിയ സയൻസ് ഖുർആൻ. ഖുർആനിന്റെ സയൻസ്. യൂറോപ്യന്റെ സയൻസ് വേറെയാണ്, അത് ഖുർആനികമല്ല. ഖുർആനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ്. ഖുർആനാണ് മാതൃക, ഖുർആനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ്. ഭാരതീയന് ഒരു സയൻസ് ഉണ്ട്, ഭാരതീയർക്ക് ശാസ്ത്രമുണ്ട്. നാം ജീവിക്കുന്ന രാജ്യത്തിന് ഒരു സയൻസ് ഉണ്ട്. ഈ രാജ്യത്ത് ജീവിച്ചു പോയ സന്യാസി വര്യന്മാർ, മഹർഷിമാർ, മുനിമാർ, യോഗി വര്യന്മാർ, മഹത്തുക്കൾ ചിട്ടപ്പെടുത്തിയ ഒരു ശാസ്ത്രം ഈ ഭാരതീയ നാട്ടിനുണ്ട്. അപ്പൊ നമ്മുടെ സയൻസ് വിശ്വാസപരമായി, ആദർശപരമായി, ഈമാനികമായി ഖുർആനാണ്. ഖുർആനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല വഴിയും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ജൂതനായ സഹോദരൻ ചോദിച്ചപ്പോ മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി ഉണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞേരി. കുലു, നീ ഭക്ഷണം കഴിക്കുക, വശ്റബു, നീ വെള്ളം കുടിക്കുക, വലാ തുസ്രിഫു, ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നീ അമിതം ചെയ്യാതിരിക്കുക. 3 കാര്യങ്ങളാണ് രോഗം വരാതിരിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ ഖുർആന്റെ വഴി. 3 കാര്യങ്ങൾ: ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, പിന്നെന്താണ്? ഈ രണ്ടിലും ഇസ്രാഫ് ചെയ്യാതിരിക്കുക, അമിതമാവാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചോദ്യമുണ്ട്, നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ചോദിക്കായിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ, നിങ്ങൾ ആവശ്യമുള്ളത് കഴിക്കില്ല. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതിന് 4 അർത്ഥമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നെപ്പോഴെങ്കിലും ഞാൻ പറയാം, അല്ലാണ്ട് ഇപ്പൊ നടക്കൂല അല്ലേ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ അതിന് 4 അർത്ഥമുണ്ട്. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞതിന് 4 അർത്ഥമുണ്ട്. 4 8 കാര്യം പറയണമെങ്കിൽ ഇനിയും അവർ 1.5 മണിക്കൂർ എനിക്ക് അനുവദിക്കേണ്ടി വരും. അപ്പൊ സമയം തീർന്നത് കൊണ്ടും
നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ടും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും രോഗത്തിന് ശിഫ നൽകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് രോഗികളെ കണ്ടു, എല്ലാം പ്രയാസമുള്ളതാണ്. എല്ലാവർക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവേ, നിന്റെ ഹബീബായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സയൻസ് പരിചയപ്പെടുത്തിയ ഒരു സദസ്സാണിത്. നിന്റെ ഖുർആനാണ് രോഗത്തിന്റെ ശാന്തി എന്ന് പറഞ്ഞ സദസ്സാണ്. അത് ഒരു ഇബാദത്തായി സ്വീകരിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയവരിലെ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് ഇന്നും ഇന്നലെയും കുറേ ദിവസങ്ങളായി രോഗത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞവർക്കും നീ ശിഫയും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. ബിജാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹഖി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഫദ്ലി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിനൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.